സാൽമൺ ഫിഷിംഗ് എനിക്ക് ഏറ്റവും അധികം മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഈ പേജിൽ നമ്മളിപ്പോൾ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് പറയാൻ പോകുന്നത് സാൽമൺ ഫിഷിംഗിന്റെ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് ലീഗലി നമുക്ക് സാൽമണുകളെ പിടിക്കാം. കഴിഞ്ഞ മാസം ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. 4 മലയാളികൾക്ക് $10,000 ഇല്ലീഗലി സാൽമണെ പിടിച്ചെന്ന പേരിൽ അവർക്ക് ഫൈൻ കിട്ടിയിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് തന്നെ മലയാളികളുടെ തന്നെ ഒത്തിരി ചാനലുകളിൽ സാൽമൺ ഫിഷിംഗിന്റെ ഇല്ലീഗൽ രീതികൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, അതായത് മിസ്ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതിലൊന്നും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക, വലിയ ഫൈനുകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ സാൽമൺ ഫിഷിംഗിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട രീതിയാണ് ബീഡ് ഫിഷിംഗ്. ബീഡ് ഫിഷിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് മുത്തുകളാണ്. വെറും മുത്തുകൾ, സാൽമൺ മുട്ടകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെറും മുത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുട്ടയിടാനായിട്ട് ക്രീക്കിലോട്ട് അല്ലെങ്കിൽ റിവറിലോട്ട് വരുന്ന സാൽമണുകൾ അവരിടുന്ന ആ ഒരു ലൂസ് എഗ്സ്, ആ എഗ്സ് ആണ് പിന്നാലെ വരുന്ന സാൽമണുകൾ കഴിക്കുന്നത്. മറ്റൊരു ഭക്ഷണവും ക്രീക്കിൽ കയറുന്ന സാൽമണുകൾ എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുട്ടകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇത്തരം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് മുത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ആ മുട്ടകളാണെന്ന് കരുതി സാൽമണുകൾ വന്ന് കഴിക്കാൻ ശ്രമിക്കുകയും അതിന് നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഹുക്ക് നമ്മൾ ഹുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസിൽ എവിടെയെങ്കിലും വന്ന് ഹുക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സാൽമണുകളെ പ്രോപ്പർ ആയിട്ട് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇനി ആ ഹുക്ക് എങ്ങനെ ബീഡായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ബീഡ് ഫിഷിംഗിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ലീഡർ ലൈൻ ആണ്. ലീഡർ ലൈൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന 2 എണ്ണം. ഒന്ന് 12 LB, രണ്ടാമത്തത് 10 LB. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 12 LB നോക്കുന്നത് നമ്മൾ രാത്രി സമയങ്ങൾ, അതായത് ഇരുട്ട് ഡസ്ക് ആയിട്ടുള്ള സമയങ്ങളിൽ, വെളിച്ചം അധികം ഇല്ലാത്ത സമയത്ത്, അതല്ലെങ്കിൽ വെള്ളത്തിന്റെ ക്ലാരിറ്റി വളരെ കുറഞ്ഞ് മർക്കി ക്ലൗഡി ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ 12 LB യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഒരു 10 LB ധാരാളമാണ്. ഇനി എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഹുക്ക് ഇതുപോലെ ഒരു വൈഡ് ഗ്യാപ്പ് ഹുക്ക്, അതല്ല എങ്കിൽ ഒക്ടോപ്പസ് ഹുക്ക്. അത് നമ്മൾ ഉപയോഗിക്കേണ്ട സൈസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ 6 അല്ലെങ്കിൽ 8 സൈസിലുള്ള ഒരു ഹുക്കാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഹുക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ലീഡർ ലൈനിലോട്ടും മുത്തിലോട്ടും കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 10 mm സൈസിലുള്ള ഒരു ബീഡാണ്, അതായത് വൈറ്റ് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് ബീഡ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു വലിയ ലൈൻ ഉപയോഗിക്കുകയാണ്. ഇതല്ല ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ഫ്ലൂറോ കാർബൺ ലീഡർ ലൈൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. ഒരു മുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത്, ഇനി നമ്മൾ ഈ മുത്തിന് അടിയിലായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ, അതുപോലെ തന്നെ ഹുക്ക് ഇതല്ല, ചെറിയ ഹുക്കാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ സൈസിലുള്ള ഹുക്ക് നമ്മൾ ഇതിനുള്ളിൽ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ, അതായത് ഹുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒരു സ്നെൽ നോട്ട് ഇടുന്നു. ഈ ഒരു സ്നെൽ നോട്ട് അതിന് മീതെയായിട്ട് കറക്റ്റ് ഇത് കണ്ടോ, ഒരു 2 വിരല്, അതായത് ഈ ഒരു 2 വിരല് ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ഗ്യാപ്പ് ഉണ്ടോ അതേ ഗ്യാപ്പിലായിട്ട്, അത്രയും ഗ്യാപ്പിൽ നമ്മളൊരു മുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നമ്മളുടെ ഹുക്ക്. മുത്ത് ദേ ഇവിടെ ആയിട്ട് വരുന്ന ഇങ്ങനെ ഇരിക്കും നമ്മളുടെ ആ ഒരു ലൈൻ. ഇനി മീൻ വന്ന് ഇത് അറ്റാക്ക് ചെയ്യും. അത് ഈസി ആയിട്ട് കെട്ടിയിട്ടുള്ള ഒരെണ്ണം ഞാനിപ്പോ കാണിച്ചു തരാം. ഇനി നമ്മൾ ടൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്, അതായത് നമ്മളുടെ ലൈൻ, ബീഡ്, ഹുക്ക്. അപ്പോ ഇതിപ്പോ ഇതുപോലെ ഇരിക്കും കണ്ടോ, വെള്ളത്തിൽ ചെന്നാലും ഇതുപോലെ ആയിരിക്കും അത് കിടക്കുന്നത്. മീൻ വന്ന് ഈ ബീഡ് വന്ന് കടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിലുള്ള ഹുക്ക് നമ്മൾ വലിക്കുമ്പോൾ ഇത് കണ്ടോ, നേരെ നോക്ക്, ഇതുപോലെ മീനിന്റെ ഫേസിൽ അല്ലെങ്കിൽ മീനിന്റെ മൗത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ ഹുക്കാവും. മൗത്തിൽ മാത്രമേ ഹുക്കാവാൻ പാടുള്ളൂ, അല്ലാത്ത എല്ലാം ഫോൾസ് ഹുക്കാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഈ മുത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലൈനിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇതിനെ പെഗ് എന്നാണ് പറയുന്നത്. സി, ഇതാണ് ഒരു പെഗ്. പല കളറിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പെഗ്, അതായത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഹുക്ക്, നമ്മളുടെ ലൈൻ. ഈ പെഗ് ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ നമ്മൾ ഉള്ളിലോട്ട് കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ഉള്ളിലോട്ട് കടത്തി വിടുന്നു. എന്നിട്ട് നമ്മൾ അതങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഈ ലൈനും ബീഡും തമ്മിൽ ഇവിടെ എങ്ങനെ അങ്ങ് ഹുക്കായി കിടന്നോളും. ഇനി എക്സസ് ആയിട്ട് വരുന്നത് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പില്, അതായത് ഇത്രേ വരാൻ പാടുള്ളൂ ബീഡിന്റെ ആ ഒരു പെഗ്. എപ്പോഴും ബീഡിന്റെ മുകളിലും താഴെയായിട്ട്, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. ആ ഒരു ലെവലിൽ എപ്പോഴും നമ്മൾ ബീഡ് കണക്ട് ചെയ്തേക്കുക, അടിയിൽ ഹുക്ക്. ഇത്രയേ ഉള്ളൂ ബീഡ് ഫിഷിങ്. ഈ ഒരു കെട്ടിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ലീഡർ ലൈൻ, അതായത് ബീഡും ഹുക്കും എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു ലീഡർ ലൈനിനെ നമ്മൾ ഏറ്റവും അറ്റത്തായിട്ട് ഒരു കുഞ്ഞു സ്വിവൽ ഉപയോഗിച്ച് നമ്മൾ, അതായത് ഈ ലൈനിന്റെ എൻഡിൽ
എൻഡ് എടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞു സ്യൂവൽ ഉപയോഗിച്ച് നമ്മുടെ മെയിൻ ലൈനായിട്ട് കണക്ട് ചെയ്യുന്നു. മെയിൻ ലൈനിലാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ബോബർ, അതായത് നമ്മുടെ ഫ്ലോട്ട് കണക്ട് ചെയ്യുന്നത്. അതിന് താഴോട്ട് ആ ഫ്ലോട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു സ്പ്ലിറ്റ് ഷോട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യേണ്ട രീതിയെല്ലാം നമ്മൾ മുമ്പ് നമ്മുടെ ഒരു 50 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ട് ഉപയോഗിക്കേണ്ടത്, അതിനടിയിലുള്ള വെയിറ്റ് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും.